വിമാനത്താവളത്തിന് ഇമെയിൽ ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും വിമാനത്താവള പരിസരത്ത് പരിശോധന നടത്തി. ഭീഷണി എത്തിയത് രാവിലെ 7:30. വിമാനത്താവളത്തിലെ ടോയ്ലറ്റിൽ ബോംബുണ്ടെന്നായിരുന്നു ഇമെയിൽ. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ, ഇമെയിൽ സന്ദേശങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫോൺ സന്ദേശങ്ങളൊക്കെ എത്തുന്നുണ്ട്. ബോംബ് ഭീഷണി അടക്കം വരുന്നുണ്ട്. ഇതിപ്പോ ഈ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അന്വേഷണം ഏതു തരത്തിൽ? അന്വേഷണം പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രാജ്യത്തെ നിരവധി വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിൽ ബോംബ് ഭീഷണി വന്നിട്ടുണ്ട്. ഈ കോയമ്പത്തൂരിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആഴ്ച ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ബോംബ് ഭീഷണി വന്നത്. ഏറെക്ക് വന്നൊരു ഇമെയിൽ ഭീഷണി തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വിമാനത്താവളത്തിലെ ടോയ്ലറ്റിൽ ബോംബുണ്ട് എന്നൊരു ഇമെയിൽ ആയിരുന്നു വന്നത്. അതിനെ തുടർന്ന് ഈ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡെല്ലാം വലിയ പരിശോധന നടത്തി, പക്ഷെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന സമാനമായ ഇമെയിൽ ബോംബ് ഭീഷണിയിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. എന്തായാലും രാവിലെ വന്ന ഇമെയിൽ ഭീഷണി തുടർന്ന് ഈ കോയമ്പത്തൂർ വിമാനത്താവളം കർശന പരിശോധനയിലാണ്. കാരണം നിരവധി യാത്രക്കാർ വരുന്ന, പ്രത്യേകിച്ച് പാലക്കാട് നടക്കുന്ന ആൾക്കാർ വിമാനത്തിൽ കയറാൻ പോകുന്ന ഒരു വിമാനത്താവളം കൂടിയാണ് കോയമ്പത്തൂർ വിമാനത്താവളം. അതുകൊണ്ട് തന്നെ വലിയ പരിശോധന അവിടെ നടന്നു, പക്ഷേ ഒന്നും കണ്ടെത്തിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി വിമാനത്താവളങ്ങൾ ഇത്തരത്തിൽ ഭീഷണി വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഉറവിടത്തിന് വേണ്ടി വലിയൊരു അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ശ്രീലക്ഷ്മി.